കേരളം 29% വനഭൂമിയുള്ള സംസ്ഥാനമാണ്. അതിനാൽ ഇവിടെ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം, ഏറ്റുമുട്ടൽ എന്നിവ കൂടുതലാണ്. അപ്പോൾ ഈ പ്രശ്നം എന്തുകൊണ്ടാണ് വർദ്ധിച്ചു വരുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ കണക്കുകൾ? സർക്കാരിൻ്റെ നടപടികൾ എന്തൊക്കെയാണ്? പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും സ്വാഗതം നമ്മുടെ ലിബേർഷിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് വന്യജീവികളുടെ ആക്രമണം മൂലം മനുഷ്യജീവിതം നഷ്ടപ്പെടുന്നതിൻ്റെ എണ്ണം ഉയരുകയാണ്. അണക്കെട്ടുകൾ, കൃഷിഭൂമികൾ, വനപ്രദേശങ്ങൾ എന്നിവയുടെ ഹ്രസ്വീകരണം, നിരന്തരമായ നിർമ്മാണ പ്രവർത്തനങ്ങളും വൻ കുഴപ്പങ്ങളാണ് സൃഷ്ടിച്ചു വരുന്നത്. 2022 കേരള സർക്കാർ ഈ പ്രശ്നത്തെ ഒരു സംസ്ഥാന അത്യാഹിതം അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ കണക്കുകൾ നോക്കുമ്പോൾ വാസ്തവം അങ്ങനെ അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കിയാൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ എന്തൊക്കെ കുറവുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കണക്കുകളാണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. 2018 നിന്ന് 2023 വരുമ്പോഴത്തേക്ക് കണക്കുകൾ പറയുന്നത് ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് അഥവാ മനുഷ്യ വന്യജീവി സംഘർഷം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന മരണങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. അതേ കണക്ക് തന്നെ സ്നേക്ക് ബൈറ്റ് അല്ലെങ്കിൽ ഈ പാമ്പ് കടി മൂലം ഉണ്ടാകുന്ന മരണങ്ങളും 2012 നിന്ന് 2023 വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കുറഞ്ഞു എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. അതേ കണക്ക് തന്നെ ആന ആക്രമണം 18% നിന്നൊരു 7% വരെ കുറഞ്ഞു എന്നും കണക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ജനങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ വന്യജീവികളുടെ എണ്ണം കൂടുന്നതാണോ ഇതിനൊരു പ്രശ്നം, അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അതായത് വന്യജീവികളുടെ എണ്ണമാണോ പ്രധാന പ്രശ്നം, അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാരണമായിട്ട് നമ്മൾ പറയേണ്ടത് വാസസ്ഥല ചിതറൽ, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, ഹാബിറ്റേറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയാം. അതായത് ആനത്താരകൾ, നമുക്കറിയാവുന്നതാണ് ആനത്താരകൾ. ഈ ആനത്താരകൾ ഈ ആറളം, ചെറുക്കനാൽ എന്നുപോലുള്ള സ്ഥലങ്ങളിൽ ആനത്താരകൾ വളരെയധികം ഉണ്ട്. അപ്പോൾ ഈ ആനത്താരകൾ നശിപ്പിക്കുന്നത് ഈ ആനകൾ എന്ത് ചെയ്യാം, വനപ്രദേശങ്ങളിൽ നിന്ന് കൃഷിയിടങ്ങൾ പോലുള്ള അല്ലെങ്കിൽ മനുഷ്യവാസയോഗ്യമായ സ്ഥലങ്ങളിലേക്ക് വരാനുള്ള ഒരു കാരണമാവാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഇടപെടലുകൾ, അതായത് അനിയന്ത്രിതമായ ടൂറിസം, കന്നുകാലികളെ ഇങ്ങനെ ഒരു വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്, വനപ്രദേശത്ത് ഭക്ഷ്യ മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളുന്നത്, ഇതൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകും. അത് മാത്രമാണോ? അല്ല, പരിസ്ഥിതി പ്രശ്നങ്ങളും ഇതെന്ത് കാരണമാക്കും. അതേ കണക്ക് തന്നെ ഈ ഇൻവാസീവ് സ്പീഷീസുകളുണ്ട്. അതായത് ഭയങ്കരമായിട്ട് വളർന്ന് ഈ ഒരു ഏരിയയെ തന്നെ നശിപ്പിക്കുന്ന ഇൻവാസീവ് സ്പീഷീസുകൾ, അധിനിവേശ സ്പീഷീസുകൾ ഇവിടെ വരുന്നതും ഇവയുടെ ആവാസ വ്യവസ്ഥയെ വളരെയധികം നശിപ്പിക്കുകയും അതേ കണക്ക് തന്നെ അവരുടെ ആഹാര ശൃംഖലകൾ നശിപ്പിക്കാനും കാരണമാകുന്നു. അപ്പോഴവ അവയ്ക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട് അവ ഇങ്ങോട്ട് വരാൻ കാരണമുണ്ട്. അതേ കണക്ക് തന്നെ മോണോകൾച്ചർ പ്ലാന്റേഷനുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ യൂക്കാലിപ്റ്റിസ്, അക്കേഷ്യ പോലുള്ള വൃക്ഷങ്ങൾ വന്യജീവികളുടെ ആഹാര ശൃംഖലയെ അല്ലെങ്കിൽ ആഹാര ഉറവിടത്തെ ബാധിക്കുന്നു. ഇതെല്ലാം കൂടി വന്യജീവികളെ മനുഷ്യ ആവാസ സ്ഥലങ്ങളിലേക്ക് തള്ളിവിടാൻ അല്ലെങ്കിൽ അവയെ ഇങ്ങോട്ട് വരുത്താൻ കാരണമാകും. അപ്പോൾ അതിനാൽ പ്രശ്നം വന്യജീവികളുടെ എണ്ണം കൂടുന്നതിലല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ മേൽപ്പറഞ്ഞ ഈ ഒരു ഹാബിറ്റേറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ ആയാലും അതുപോലെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആയാലും എക്കോളജിക്കൽ ഡിസ്റപ്ഷൻ ആയാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത്. അല്ലാതെ ഇവയുടെ എണ്ണം കൂടുന്നതിലല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെതിരെ ഗവൺമെൻറ് എന്തൊക്കെ മെഷേഴ്സാണ് എടുത്തത്, അത് കണക്ക് തന്നെ എന്തൊക്കെ ഈ ഒരു ഗവൺമെൻറ് മെഷേഴ്സിലുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ കേരള സർക്കാർ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. 2022 കേരളം, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ഒരു വന്യജീവികളുടെ ആക്രമണത്തെ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ വനങ്ങൾ പുനരുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 5031 ഹെക്ടറോളം പ്രകൃതി വനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക്
വന്യജീവികൾക്കും മറ്റും വെള്ളം കിട്ടാതെ വരും. അപ്പോൾ ഇവയ്ക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെക്ക് ഡാമുകൾ, അതുപോലെ തന്നെ ജലസംഭരണികൾ, അവർക്ക് വെള്ളം കുടിക്കാനുള്ള ജലസംഭരണികൾ, അങ്ങനെയൊക്കെ ഉള്ളത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിർമ്മിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെ വന്യജീവികൾ നമ്മുടെ മനുഷ്യയോഗ്യമായ പ്രദേശങ്ങളിലേക്കും അവയുടെ കൃഷിയിടങ്ങളിലേക്കും വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് സോളാർ ഫെൻസിങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സോളാർ ഫെൻസിങ് വെക്കുന്നതും ഈ വന്യജീവികൾ മനുഷ്യവാസയോഗ്യമായ സ്ഥലങ്ങളിലേക്ക് വരുന്നത് കുറയ്ക്കാൻ ഇടയാക്കും. അതുപോലെ തന്നെ 52 കോടിയോളം ചെലവിട്ട് ആനയെ തടയാനുള്ള മതിലുകൾ, അതായത് എലിഫൻറ്റ് പ്രൂഫ് വാൾ, അത് പൂർത്തിയാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ മേൽപ്പറഞ്ഞ എന്ത് കാര്യങ്ങളായാലും, ഇപ്പോൾ ഈ ചെക്ക് ഡാമുകൾ നിർമ്മിക്കുന്നതായാലും, പ്രകൃതി വനങ്ങൾ പുനരുദ്ധീകരിക്കുന്നതായാലും, അതിനൊക്കെ തന്നെ സോളാർ ഫെൻസിങ് ആയാലും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പൂർണ്ണമായിട്ട് പ്രാവർത്തികമാക്കാൻ, അല്ലെങ്കിൽ അത് ഫുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? കേരള സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ ഒരു സോളാർ ഫെൻസിങ് കാരണം ആനകളെ തടയാൻ വേണ്ടി വെക്കുന്നതാണെങ്കിൽ അത് മറ്റു ജീവികൾക്കും എന്ത് ചെയ്യും? പ്രശ്നങ്ങളുണ്ടാക്കും. അതും ഒരു വളരെ വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല? മതിയാവുന്ന രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നം വിവിധ വകുപ്പുകൾ സംയുക്തമായി പ്രവർത്തിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പരിഹരിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ സൊല്യൂഷൻസ്, എന്തൊക്കെയാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള വഴികൾ, വേ ഫോർവേഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അപ്പോൾ സർക്കാരിന് മാത്രം ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളാണല്ലേ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത്? അനുഭവിക്കുന്നത്. അപ്പോൾ നാട്ടുകാരും അല്ലെങ്കിൽ ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ താമസിക്കുന്ന ആൾക്കാരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് മൾട്ടി ഏജൻസി അപ്രോച്ചാണ്. അതായത് വിവിധ വകുപ്പുകൾ ചേർന്ന് ഒത്തൊരുമിച്ച്, അതായത് വനവകുപ്പും ദുരന്ത നിവാരണ വകുപ്പും കൃഷി വകുപ്പും ആദിവാസി ക്ഷേമ വകുപ്പും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യണം? ഒരുമിച്ചുള്ള ഒരു മൾട്ടി ഏജൻസി അപ്രോച്ച് നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ ഒന്ന് പരിഹരിക്കാൻ പറ്റൂ. അതേ കണക്ക് തന്നെ ട്രൈബൽ നോളജ് ഇൻ്റഗ്രേഷൻ. കേരളത്തിൽ ഏകദേശം 36 ആദിവാസി സമുദായങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരു പരമ്പരാഗതമായ അവരുടെ ആ ഒരു അറിവ്, അവരാണ് കൂടുതലും കാടിനെ കൂടുതൽ അറിയുന്നത്, വന്യജീവികളെ പറ്റി കൂടുതൽ അറിയുന്നത്. അപ്പോൾ അവരുടെ ആ അറിവുകൾ നമ്മൾ എന്ത് ചെയ്യണം? സ്വായത്തമാക്കി എന്ത് ചെയ്യണം? അത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതേ കണക്ക് തന്നെ സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ഇതൊക്കെയാണ്. അതേ കണക്ക് തന്നെ വന്യജീവികളുടെ കേന്ദ്രീകൃത ടൂറിസം എന്ത് ചെയ്യണം? അപ്പോൾ വന്യജീവികളിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് വെച്ചാൽ ടൂറിസം എന്ത് ചെയ്യുന്നു? വനപ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. അതേ കണക്ക് തന്നെ കൃഷിയിടങ്ങൾക്ക് പുറത്ത് വന്യജീവികൾക്കായി ഭക്ഷണ ഉറവിടങ്ങൾ എന്ത് ചെയ്യണം? ഒരുക്കണം. ആഹാരം വനപ്രദേശങ്ങളിൽ ഇല്ലാത്തതുകൊണ്ടാണല്ലേ ചില സമയങ്ങളിൽ നാട്ടിലേക്കൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അത് തടയാനായിട്ട് അവർക്ക് അവിടെ തന്നെ എന്ത് ചെയ്യാം? ആഹാര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതേ കണക്ക് തന്നെ ടെക്നോളജി, പലതരത്തിലുള്ള ടെക്നോളജി കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ഈ ആനത്താരകൾ കൂടുതൽ അവരുടെ ലൊക്കേഷൻസ് ട്രാക്ക് ചെയ്യാനുള്ള വഴികളായാലും ഡ്രോൺ സംവിധാനങ്ങളായാലും GPS ട്രാക്കിംഗ് പോലുള്ള സംവിധാനങ്ങൾ എന്ത് ചെയ്താൽ ഒരിക്കൽ നമുക്ക് ഇവയുടെ വനപ്രദേശങ്ങളിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ മനുഷ്യവാസ യോഗ്യമായ സ്ഥലങ്ങളിലേക്കുള്ള വരവ് എന്ത് ചെയ്യാൻ പറ്റും? ഒരുവിധം നമുക്ക് അറിയാൻ പറ്റും. അതേ കണക്ക് തന്നെ അവയർനെസ്സും പാർട്ടിസിപ്പേഷനും എന്ത് ചെയ്യണം? കൂട്ടണം. അതായത് നാട്ടുകാരുടെയും കർഷകരുടെയും വനംവകുപ്പിൻ്റെയും കൂട്ടായ ഒരു പ്രവർത്തനം എന്ത് ചെയ്യാം? നമുക്കിത് തടയാൻ പറ്റും. ആ കണക്ക് തന്നെ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവുകൾ, പുതിയ തരത്തിലുള്ള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവുകളും മിഷൻസും എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഹാബിറ്റേറ്റ് റിസ്റ്റോറേഷൻ ആയാലും റെഡ്യൂസിങ് ഫ്രാഗ്മെൻറ്റേഷൻ ആയാലും സസ്റ്റൈനബിൾ പ്രാക്ടീസുകൾ കൊണ്ടുവരുന്നതിലൂടെയും നമുക്ക് ഈ ഒരു പ്രശ്നം എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് വന്യജീവികളുടെ എണ്ണം കൂടുന്നതല്ല, മറിച്ച് മനുഷ്യൻ്റെ ഇടപെടലുകളും അതുപോലെ തന്നെ അവയുടെ ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നാട്ടുകാരുടെയും കർഷകരുടെയും അതേ കണക്ക് തന്നെ വിവിധ വകുപ്പുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്കിതൊരു ഒരു തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂ? പരിഹരിക്കാൻ പറ്റൂ. നമ്മളെപ്പോലെ തന്നെ അവയ്ക്കും എന്തുണ്ട്? ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ കൂടുതൽ കടന്നു കയറാതിരിക്കുക. അതുമൂലം തന്നെ നമുക്കും അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കാൻ പറ്റും.
അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നതിലൂടെയും നമുക്കിത് എന്ത് ചെയ്യാം, ഒരു തരത്തിൽ തടയാൻ പറ്റും. കേരളത്തിൻ്റെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ ഇതിലൂടെ നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏവർക്കും ഇതെല്ലാ രീതിയിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. താങ്ക്